ഹലോ ഓൾ, കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലോട്ട് പോകാനാണ് കേട്ടോ. ഞാൻ ഹസ്ബൻഡിൻ്റെ ഒപ്പം കൂടിയേക്കുന്നത്. ഹസ്ബൻഡിന് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മോനും കൂടെ കൂടി. എൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ ബുക്ക് സ്റ്റോളിലോട്ട് പോകാനാണ് ഞാൻ വണ്ടി കയറിയിരുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പോൾ ഈ ബുക്ക് സ്റ്റോറിലൊക്കെ കയറുമ്പോൾ കരിമീൻകാട്ടിൽ കയറിയ ആനയെ പോലെയാണ്. ഏത് ബുക്ക്സ് എടുക്കണമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് വായനാശീലമുള്ള ഒരാളൊന്നും ആയിരുന്നില്ല. വായിക്കുമായിരുന്നു വല്ലപ്പോഴുമൊക്കെ. പക്ഷേ പ്രഗ്നൻസി ടൈമിലാണ് ഞാൻ വായിക്കാനായിട്ട് തുടങ്ങിയത്. ഞാൻ ആദ്യം വായിച്ച ബുക്ക് റാം കെയർ ഓഫ് ആനന്ദിയാണ് കേട്ടോ. അതിനുശേഷം പിന്നെ വായന എനിക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് ബുക്കും വായിക്കുന്ന ഒരാളല്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടുന്ന ബുക്സ്, അത് ഞാനിങ്ങനെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് എനിക്ക് വായിക്കണം എന്ന് തോന്നുന്ന ബുക്സ് ഞാൻ വാങ്ങിക്കും, വായിക്കും. നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ ലൈബ്രറീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല, അത് നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ബുക്സ് കാശ് കൊടുത്ത് വാങ്ങിച്ച് അത് എൻ്റേതാക്കിയിട്ട് വായിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇന്ന് ഞാനൊരു 7 ബുക്ക് വാങ്ങിച്ചു കേട്ടോ. അതിനകത്ത് ഒരെണ്ണം നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദി തന്നെയാണ്. അത് ആക്ച്വലി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ആരോ എൻ്റെ അടുത്ത് നിന്ന് വായിക്കാനായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ എനിക്ക് കിട്ടിയില്ല. ഞാൻ വായിക്കുന്ന ബുക്കുകളെല്ലാം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുള്ളതുകൊണ്ട് ഞാനത് ഒന്നും കൂടി വാങ്ങിച്ചു എന്നുള്ളൂ. ഈ ബുക്ക് പോലെ തന്നെ എനിക്ക് ഒരു അഡിക്ഷനുള്ള സംഭവമാണ് ഈ ഡയറി. അവിടെ ചെന്നപ്പോൾ ഡയറി കണ്ടു, ഒരു പോക്കറ്റ് ഡയറിയും പിന്നെ ഞാൻ ഹസ്ബൻഡിന് ഒരു ഡയറി വാങ്ങിച്ചു. ആ ഡയറിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. എനിക്ക് ഈ ലാപ്പിലും ഫോണിലൊക്കെ കുത്തി കുറിക്കുന്നതിനേക്കാളും ഇഷ്ടം എനിക്ക് ഡയറിയിൽ എഴുതാനാണ് കേട്ടോ. പണ്ട് തൊട്ടേ അങ്ങനെയാണ്. ഞാൻ എല്ലാം ഡയറിയിലാണ് കുറിക്കുക. എനിക്കെല്ലാം കുറച്ചും കൂടി കംഫർട്ട് ഡയറിയിൽ എഴുതുമ്പോഴാണ്. ഇനി ഞാൻ ഇന്ന് വാങ്ങിച്ച ബുക്കുകളൊക്കെ കാണിക്കാം കേട്ടോ. ഒരിക്കൽ എന്ന് പറയുന്നൊരു ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പ്രേമനഗരം വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ എഴുതിയ ആളുടെ രാത്രി 12-ന് ശേഷം. പിന്നെ ആസ്ക് മീ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് എഴുതിയത് ഏഞ്ചൽ ഷാജി എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എ കോഫി ഡേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഓജോ ബോർഡ്, അതും അഖിൽ പി ധർമ്മജൻ്റെ ആണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ റാം കെയർ ഓഫ് ആനന്ദി, അത് ഞാൻ ഓൾറെഡി വായിച്ചതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഇത്രയും ബുക്സാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ അഖിൽ പി ധർമ്മജൻ്റെ തന്നെ ഓജോ ബോർഡും രാത്രി 12-ന് ശേഷം ഈ 2 ബുക്കും ഞാൻ വാങ്ങിക്കാനുള്ള കാരണം ഈ റാം കെയർ ഓഫ് ആനന്ദിയാണ്. കാരണം ആ ഒരു ബുക്ക് വായിച്ചപ്പോഴേ ഞാൻ ഭയങ്കര അഡിക്റ്റായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇതും വളരെ നല്ല ബുക്സ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂസൊക്കെ പറയാം കേട്ടോ. എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ.